പുതുതായിട്ടൊരു കൊറിയൻ ത്രില്ലർ പടം തിയേറ്ററുകളിൽ റിലീസ് ആയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആരും റിവ്യൂ ചെയ്യുകയോ ആരും കാണുകയോ പോലും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. മർഡറർ റിപ്പോർട്ട് യങ് ജുൻചോ സംവിധാനം ചെയ്ത് ജങ് സങ് ഇൽ, ചോ യോ ജോങ് എന്നിവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ കൊറിയൻ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരാൾ ഒരു ജേർണലിസ്റ്റിനെ ഫോൺ വിളിച്ചിട്ട് താൻ ഒരു സീരിയൽ കില്ലർ ആണ്, താൻ കുറെ പേരെ കൊന്നിട്ടുണ്ട്, പക്ഷെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂ തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഇത് സ്പോയിലർ ഒന്നുമല്ല. ഓൾറെഡി നിങ്ങൾ ബുക്ക് മൈ ഷോയിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാലും ട്രെയിലറിൽ നിന്നും ഒക്കെ ഇത് വ്യക്തമാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ നല്ലൊരു സിനിമയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം വന്ന ഒരു ഡീസന്റ് കൊറിയൻ ത്രില്ലർ എന്ന് പറയാം. ഒരു മുറിയും 2 അല്ല 3 ആൾക്കാരെയും വെച്ചിട്ടാണ് പടം മുമ്പോട്ട് പോകുന്നത്. അത്രയും മിനിമലാണ്. പക്ഷെ ഒരു വലിയ സിനിമയായിട്ട് തോന്നുന്ന വിധത്തിൽ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ള ഒരു പടമാണിത്. വളരെ പതിഞ്ഞ താളത്തിൽ ആരംഭിച്ചിട്ട് പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്ന പടം. ഡീസന്റ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റും തരുന്നുണ്ട്. ഈ ചേംബർ പീസ് മൂവീസ് എന്ന് പറയാവുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു സിനിമയാണിത്. ഇപ്പോ പാനിക് റൂം, റോപ്പ് അതൊക്കെ ഈ ഒരു ഗണത്തിൽ പെടുത്താവുന്ന പടങ്ങളാണ്. അതായത് ഒരു ചെറിയ ലിമിറ്റഡ് സ്പേസിലായിരിക്കും കഥ നടക്കുക. ഇത്തരത്തിലുള്ള കഥകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടും നമുക്ക് ഇത് ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്നതാണെന്ന് ഫീൽ ചെയ്യാതെ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ്. അതിൽ ഇവരിതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എൻഗേജിംഗ് ആണ് പടം, ത്രില്ലിംഗ് ആണ്, നല്ല മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട്, വിഷ്വൽ സൈഡും സൗണ്ട് ഡിപ്പാർട്ട്മെന്റും ഒക്കെ കൊള്ളാം. നല്ല പെർഫോമൻസുകളും സിനിമയിലുണ്ട്. പടത്തിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളായി വന്ന താരങ്ങളുടെ കിടിലൻ പെർഫോമൻസുകളും ഈ സിനിമയുടെ പോസിറ്റീവ് ആണ്. കില്ലറായിട്ട് വന്ന ജങ് സങ് ഇൽ നൈസ് ആയിരുന്നു. അതുപോലെ തന്നെ നായിക ജേർണലിസ്റ്റ് ആയിട്ട് വന്ന ചോ യോ ജോങ് നമ്മുടെ പാരസൈറ്റ് ഉൾപ്പെടെ കുറേയധികം പടങ്ങളിൽ അഭിനയിച്ച നടിയാണ്. ഇതിലും കിടു പെർഫോമൻസ് ആണ് പുള്ളിക്കാരി. ഇവരുടെ 2 പേരുടെയും പെർഫോമൻസ് കൊണ്ടാണ് ഈ പടം മുമ്പോട്ട് പോകുന്നത് തന്നെ. കാരണം കൂടുതലും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെയാണ് കഥ മുമ്പോട്ട് പോകുന്നതെന്ന് പറയാം. ഇവർക്കാണ് സ്ക്രീൻ സ്പേസും കൂടുതൽ. പിന്നെ മറ്റൊരു പോലീസുകാരൻ ഒരു കഥാപാത്രം കൂടിയുണ്ട്. പുള്ളിക്കും അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു. എങ്കിലും ഇവർ 2 പേരുമാണ് മെയിൻ എന്ന് പറയാം. ഇനി ടെക്നിക്കൽ സൈഡിൽ പടം മികച്ചതാണ്. നല്ല വിഷ്വലുകളാണ് സിനിമയ്ക്കുള്ളത്. ക്യാമറ, ലൈറ്റിംഗ്, കളർ ടോൺ ഒക്കെ നൈസ് ആണ്. കൂടുതലും ഇൻഡോർ സീനുകളാണ് കാണിക്കുന്നതെങ്കിലും നമ്മളെ അങ്ങനെ മുഷിപ്പിക്കുന്നൊന്നുമില്ല. എന്ന് വെച്ച് കംപ്ലീറ്റ് ആ മുറിയിൽ മാത്രമല്ല കേട്ടോ, കുറെ പുറത്തെ വിഷ്വൽസ് ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ കൊള്ളാം. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ പടം കുറച്ച് കഴിയുമ്പോൾ ഒരു ലോക നന്മ സ്റ്റൈലിലേക്ക് പോകുന്ന പോലെ ഫീൽ ചെയ്യും. പിന്നെ ട്രാപ്പും ഒക്കെ ആയിട്ട് ഈ ക്രൈം ചെയ്യാനുള്ള ഇതിലെ മെയിൻ വില്ലന്റെ കാരണവുമെല്ലാം കുറച്ച് ക്ലീഷേ ആക്കി മാറ്റിയെന്ന് പറയാം. അതുപോലെ തന്നെ ഒരുപാട് ത്രില്ലർ സിനിമകളൊക്കെ കാണുന്നവർക്ക് ഇതിന്റെ കഥ എങ്ങനെയായിരിക്കും അവസാനിക്കുക എന്ന് ഏകദേശം ഊഹിക്കാൻ പറ്റും. എനിക്ക് മെയിൻ ട്വിസ്റ്റ് പ്രഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് പടം ഇൻട്രസ്റ്റിംഗ് അല്ലാതെ ആവുന്നൊന്നുമില്ല. പിന്നെ എന്തുമാത്രം ഇതിനെ ജസ്റ്റിഫൈ ചെയ്യണമെന്ന ഒരു സംശയത്തിൽ നമ്മളിൽ പലർക്കും ചില ചോദ്യങ്ങളൊക്കെ മനസ്സിൽ പടം ബാക്കിയാക്കുന്നുണ്ടെന്ന് പറയാം. ശരി ഏത്, തെറ്റേത്, ചെയ്തതൊക്കെ ശരിയാണോ എന്നൊരു ചോദ്യം. അതേസമയം മനസ്സിന് കുറച്ച് സംതൃപ്തി തരികയും ചെയ്യും. അതുപോലെ തന്നെ ഇമോഷണൽ കണക്ഷൻ ഉണ്ട് പടത്തിന്. ചിലത് ഭയങ്കര സ്ട്രോങ് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഒരു മുറിയിലാണ് പടം തീരുന്നത് വരെ. കൂടുതലായിട്ട് ഇവരുടെ സംഭാഷണങ്ങളൊക്കെ മാത്രമായിരിക്കുമ്പോൾ എല്ലാവർക്കും ഇത് വർക്കാകുമോ എന്നാരും സംശയമാണ്. ഇപ്പം മാസ് ഓഡിയൻസിന് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ത്രില്ലിംഗ് ആയിട്ട് ഹാപ്പനിങ് വേണമെന്ന് വിചാരിക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മൊത്തത്തിൽ ഒരു നല്ല ത്രില്ലർ പടമാണ്. പക്ഷെ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അതിഗംഭീരം എന്നൊന്നും പറയാനും പറ്റില്ല. എന്നാൽ ഒരു ഡീസന്റ് വാച്ചാണ്. കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. പടം ഇപ്പോൾ തിയേറ്ററുകളിലാണ് ഓടുന്നത്. തിരുവനന്തപുരം, PVR ഉൾപ്പെടെ സെലക്ടഡ് ആയിട്ടുള്ള ചില തിയേറ്ററുകൾ മാത്രമേ ഇപ്പോൾ ഓടുന്നുള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ OTT വരുമ്പോഴായിരിക്കും ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് വിചാരിക്കുന്നു. 1 മണിക്കൂർ 47 മിനിറ്റ് മാത്രമാണ് റൺ ടൈം. 18+ ആണ്. ചെറിയ ന്യൂഡിറ്റി, സെക്ഷൽ കണ്ടന്റ്, വയലൻസ്, പിന്നെ ചിലർക്ക് ട്രിഗറിംഗ് ആയിട്ടുള്ള സീനുകളൊക്കെ പടത്തിലുണ്ട്. അത് ഓർക്കുക പടം കാണുമ്പോൾ. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.